മൈസൂർ പാലസിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. മൈസൂർ നഗരത്തിൻ്റെ നടുവിലായാണ് മൈസൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. 75 ഏക്കർ സ്ഥലത്തായി ഇത് അതിവിശാലമായ ഒരു ഏരിയയാണ്. കൊട്ടാരം 4 ഏക്കറിൽ അതിവിശാലമായ ഒരു നിർമ്മിതിയും കൂടിയാണ്. ഈ കാണുന്നെല്ലാം അതിൻ്റെ ഗാർഡനാണ്. ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം സന്ദർശകർ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് മൈസൂർ. പ്രതിവർഷം 60 ലക്ഷത്തോളം സന്ദർശകർ ഇവിടെ എത്താറുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ മൈസൂർ, കൊടൈക്കനാൽ, ഊട്ടി എന്നീ പ്രദേശങ്ങളിലാണ് ധാരാളം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രദേശവും കൂടിയാണ് മൈസൂർ. കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രദേശം സന്ദർശകർക്ക് പ്രവേശനമില്ല. മൈസൂർ പാലസിൻ്റെ യഥാർത്ഥ പേര് അംബാവിലാസ് പാലസ് എന്നാണ്. നൽവാടി കൃഷ്ണരാജ വാര്യർ ആണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. 1912 പൂർത്തിയായപ്പോൾ ഇദ്ദേഹമായിരുന്നു ഈ പാലസിലെ രാജാവ്. ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ കരവിരുതിൽ പണിത മനോഹരമായ കൊട്ടാരമാണിത്. ഹെൻറി ഇർവിൻ എന്നായിരുന്നു സായിപ്പിൻ്റെ പേര്. ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ 4 സൈഡിൽ നിന്നും വലിയ കവാടങ്ങളുണ്ട്. അതിൽ ഒന്നിലൂടെയാണ് രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമുള്ളതാണ്. സന്ദർശകർക്ക് പ്രവേശന കവാടം അംബാവിലാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ നേരത്തെ കാണിച്ച ഭാഗമാണ്. മൈസൂർ പാലസ് വീക്കെൻഡുകളിൽ ലൈറ്റുകളാൽ അതിമനോഹരമായിരിക്കും. ഈ കാണുന്ന ബൾബുകളെല്ലാം പ്രകാശിക്കും. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. അതിനുവേണ്ടി പാലസിൽ മൊത്തം ബൾബുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് 97,500 ബൾബുകൾ ഉണ്ട് ഇതിനു വേണ്ടി എന്ന് പറയുന്നു. ഇത് രാജാവ് ആനപ്പുറത്ത് ഇരുന്ന് വരുന്ന ആ അമ്പാരിയാണിത്. ഇതിന് 85 കിലോ സ്വർണത്തിൽ പൊതിഞ്ഞതാണ് എന്നാണ് പറയുന്നത്. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കിയ ഒരു രാജാവിൻ്റെ പ്രതിമയും വിശാലമായ കോറിഡോറുകളും വളരെ ചിത്രപ്പണിയോട് കൂടിയിട്ടുള്ള ഈ തൂണുകളും എല്ലാം കൊണ്ടും ഈ പാലസ് അതിമനോഹരമാണ്.